ഗുഡ് മോർണിംഗ്. SSLC തുല്യത ഹിന്ദിയിൽ 4ാമത്തെ യൂണിറ്റ് 11ാമത്തെ ലെസൺ സ്റ്റീഫൻ ഹോക്കിംഗ് എന്ന സംസ്മരണാത്മക നിബന്ധമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഈ ഒരു പാഠഭാഗം അർത്ഥം വെച്ച് പഠിക്കുന്നതിന് മുമ്പ് നമ്മൾക്ക് സ്റ്റീഫൻ ഹോക്കിങ്ങിനെ കുറിച്ചൊന്ന് പരിചയപ്പെടാം. SSLC തുല്യത ഹിന്ദി ക്ലാസ്സിൽ 11ാമത്തെ പാഠഭാഗം മേം അബി ജീന ചാത്താഹും എന്ന സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ സംസ്മരണാത്മക നിബന്ധ നമ്മൾക്ക് ഇനി പഠിക്കാനുള്ളത്. മേം അബി ജീന ചാത്താഹും, അതായത് ഞാൻ ഇനിയും ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ നമ്മൾക്ക് ആദ്യം സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ കുറച്ച് കാര്യങ്ങൾ പരിചയപ്പെടാം. ആരാണ് സ്റ്റീഫൻ ഹോക്കിങ്? 1942 ഇംഗ്ലണ്ടിലാണ് അദ്ദേഹം ജനിച്ചത്. തൻ്റെ ജീവിതത്തിൻ്റെ ഭൂരിപക്ഷം സമയവും അദ്ദേഹം തൻ്റെ വൈകല്യങ്ങളോട് പടവെട്ടിയാണ് ജീവിച്ചത്. അദ്ദേഹത്തിന് വെറും 21 വയസ്സ് പ്രായം മാത്രമുള്ളപ്പോഴാണ് ന്യൂറോൺ മോട്ടറി ഡിസീസ് എന്ന അസുഖം ബാധിക്കുന്നത്. നാഡീവ്യൂഹത്തെ ബാധിക്കുന്ന അസുഖമാണ് ALS. ഇതിലൂടെ അദ്ദേഹത്തിൻ്റെ മോട്ടോർ ഹമിയോട്രോപിക് ലാറ്ററൽ ഹ്യൂറോസിസ് അല്ലെങ്കിൽ ALS എന്ന അസുഖമുള്ളതായി സ്ഥിരീകരിക്കുന്നു. നാഡീവ്യൂഹത്തെ ബാധിക്കുന്ന അസുഖമാണ് ALS. ഇതിലൂടെ അദ്ദേഹത്തിൻ്റെ മോട്ടോർ ന്യൂറോണുകൾക്ക് തകരാറുകൾ സംഭവിക്കുന്നു. ഈ അസുഖം വന്ന് സംസാരശേഷി നഷ്ടപ്പെടുന്നു. എന്നിട്ടും അത് അദ്ദേഹത്തിന് തടസ്സമായി തോന്നിയില്ല. അങ്ങനെ തലച്ചോറ് ചിന്തിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയും മനസ്സിലേക്ക് എത്തിച്ചേരാത്ത അവസ്ഥയാണ് ഉണ്ടാവുന്നത്. നമ്മുടെ മുമ്പിലിരിക്കുന്ന വസ്തു എടുക്കണമെന്നാഗ്രഹിക്കുന്ന നാനോ സെക്കൻഡിൽ നമ്മുടെ തലച്ചോറിൽ നിന്നൊരു മെസ്സേജ് മോട്ടോർ ന്യൂറോണുകളുടെ സഹായത്താൽ കയ്യിലുള്ള മസിലുകളിൽ എത്തിച്ചേരുന്നു. അങ്ങനെയാണ് ആ വസ്തുവിനെ നമ്മൾക്ക് എടുക്കാൻ കഴിയുന്നത്. പക്ഷേ ALS രോഗം ബാധിച്ച വ്യക്തിയുടെ മോട്ടോർ ന്യൂറോണുകൾ തകരാറിലാവുന്നതാണ്. ഇത് പെട്ടെന്ന് നടക്കുന്നൊരു പ്രതിഭാസമല്ല, വളരെ പതിയെയാണ് മോട്ടോർ ന്യൂറോണുകൾ തകരാറിലാവുന്നത്. ഒരു ഘട്ടം കഴിയുമ്പോൾ പൂർണ്ണമായും അവ നശിച്ചിട്ടുണ്ടാവും. അങ്ങനെ ഒരു കാര്യവും ചെയ്യാൻ കഴിയാതെ നിർജീവമായി നമ്മൾ കിടക്കുന്നതാണ്. 21ാമത്തെ വയസ്സിലാണ് ഈ അസുഖം അദ്ദേഹത്തിനുള്ളതായി പറയുന്നത്. ഡോക്ടറുടെ വിലയിരുത്തൽ അനുസരിച്ച് അദ്ദേഹത്തിന് പരമാവധി 2 വർഷം കൂടി മാത്രമേ ജീവിച്ചിരിക്കാൻ സാധിക്കുകയുള്ളൂ. സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ അതിയായ ആഗ്രഹം തിയററ്റിക്കൽ ഫിസിക്സിൽ ഒരു PhD എടുക്കുക എന്നതായിരുന്നു. മരിക്കുന്നതിന് മുമ്പ് PhD തീർക്കണമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. പക്ഷേ സ്റ്റീഫൻ ഹോക്കിങ് ഡോക്ടർമാരുടെ കണക്കുകളെല്ലാം തിരുത്തിക്കുറിച്ചുകൊണ്ട് PhD പൂർത്തിയാക്കുക മാത്രമല്ല, അദ്ദേഹം കുറേ നാൾ ഇവിടെ ജീവിച്ചിരിക്കുകയും ചെയ്തു. പല തിയറികളും തിരുത്തിക്കുറിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. 1959 ഒക്ടോബർ മാസം അന്ന് സ്റ്റീഫൻ ഹോക്കിങ്ങിന് 17 വയസ്സാണ് പ്രായം. അപ്പോഴാണ് അദ്ദേഹം ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ BA ഡിഗ്രിക്ക് ജോയിൻ ചെയ്തത്. ഫിസിക്സാണ് അദ്ദേഹം വിഷയമായി തിരഞ്ഞെടുത്തത്. 3 വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം അത് പൂർത്തിയാക്കുകയും ചെയ്തു. പക്ഷേ സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ മാതാപിതാക്കൾ ഇത്തരത്തിലുള്ള ഒരു ഡിഗ്രി ആയിരുന്നില്ല സ്റ്റീഫൻ ഹോക്കിങ്ങിൽ നിന്നും ആഗ്രഹിച്ചിരുന്നത്. അദ്ദേഹത്തെ ഒരു ഡോക്ടറാക്കണം എന്നതായിരുന്നു മാതാപിതാക്കളുടെ ആഗ്രഹം. ചെറിയ പ്രായം മുതലേ അദ്ദേഹം പഠനത്തിൽ മിടുക്കനായിരുന്നു. അദ്ദേഹം മറ്റു കുട്ടികളെപ്പോലെ തന്നെ വളരെ ഊർജത്തോടെ കളിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. മാതാപിതാക്കൾ തങ്ങളുടെ ആഗ്രഹം കുഞ്ഞു സ്റ്റീഫൻ ഹോക്കിങ്ങിനോട് എല്ലായ്പ്പോഴും പറയുമായിരുന്നു. പക്ഷേ സ്റ്റീഫൻ ഹോക്കിങ്ങിന് ഒരു ഡോക്ടർ ആവണമെന്ന ആഗ്രഹമില്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം ഒരു ശാസ്ത്രജ്ഞനാവുക എന്നതായിരുന്നു. ഓക്സ്ഫോർഡിൽ നിന്ന് ലഭ്യമായ ഫസ്റ്റ് ക്ലാസ്സോട് കൂടിയുള്ള BA ഡിഗ്രിക്ക് ശേഷം അദ്ദേഹം കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ ജോയിൻ ചെയ്തു. അവിടെയാണ് അദ്ദേഹം കോസ്മോളജിയെക്കുറിച്ച് സ്പെഷ്യലൈസ് ചെയ്ത് പഠിക്കാൻ തുടങ്ങിയത്. കോസ്മോളജിയിലെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ അപ്ലൈ മാത്തമാറ്റിക്സും തിയററ്റിക്കൽ ഫിസിക്സുമായിരുന്നു. അതിൽ തന്നെ അദ്ദേഹം സ്പെഷ്യലൈസ് ചെയ്തത് ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ ജനറൽ റിലേറ്റിവിറ്റി തിയറിയാണ്. അവിടെ അദ്ദേഹം ഗവേഷണ പഠനങ്ങൾ നടത്തുന്ന ആ ഒരു സാഹചര്യത്തിലാണ് ALS എന്ന രോഗത്തിൻ്റെ ആദ്യത്തെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുന്നത്. തുടക്കത്തിൽ തന്നെ വ്യത്യസ്തമായിട്ടുള്ള ചികിത്സാ മാർഗങ്ങൾ സ്വീകരിച്ചിരുന്നു. പക്ഷെ അവയ്ക്കൊന്നും തന്നെ കാര്യമായ മാറ്റങ്ങൾ വരുത്താൻ സാധ്യമായിരുന്നില്ല. പതിയെ അദ്ദേഹത്തിൻ്റെ കൈക്കാലുകളുടെ സ്വാധീനശേഷി കുറഞ്ഞു വന്നു. ഒരു കാര്യവും കൃത്യമായി എഴുതാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. നേരെ നടക്കാൻ പോലും സാധിക്കാത്ത അവസ്ഥയായി. പല സമയങ്ങളിൽ നടക്കുന്നതിനിടയിൽ വീണു പോവാറുമുണ്ടായിരുന്നു അദ്ദേഹം. നിമിഷ നേരം കൊണ്ട് അദ്ദേഹത്തിൻ്റെ സ്വാധീനശേഷി ഒന്നൊന്നായി കുറഞ്ഞു വന്നു. ആദ്യം കൈക്കാലുകൾ തളർന്നു, എന്നാൽ സംസാരിക്കാൻ കഴിയുമായിരുന്നു. എന്നാൽ മെല്ലെ മെല്ലെ സംസാരശേഷിയും അകന്നു പോവുകയായിരുന്നു. ആദ്യമാദ്യം സംസാരം വിക്കലായി. പിന്നീട് കുറേ കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഉണ്ടായത്. പിന്നീട് പൂർണ്ണമായി സംസാരം നഷ്ടപ്പെട്ടു. അപ്പോഴും അദ്ദേഹത്തിന് ജീവിക്കാനുള്ള ആവേശം പകർന്നു നൽകിയത് സഹപ്രവർത്തകരും കൂട്ടുകാരുമായിരുന്നു. സ്റ്റീഫൻ ഹോക്കിങ്ങിന് എവിടെ പോകണമെങ്കിലും അവർ എടുത്തുകൊണ്ടു പോകുമായിരുന്നു. ആവശ്യങ്ങളെല്ലാം നിറവേറ്റി കൊടുക്കുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ സ്ഥാനത്ത് നമ്മളാണെങ്കിലോ? ഒരു ചെറിയ പനി വന്നാൽ പോലും നമ്മൾ കിടപ്പിലാവുന്നു. അപ്പോഴോ
ചെയ്യാനുള്ള ജോലികൾ നമ്മൾ മാറ്റിവെക്കുകയും ചെയ്യും. നമ്മൾ വിശ്രമം എടുക്കും. ശരീരം പൂർണ്ണമായി തളർന്നാൽ എന്ത് ചെയ്യും? നമ്മൾ ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കാതെ അതേപടി കിടക്കാൻ നോക്കും. 2 വർഷം മാത്രം ആയുസ്സുള്ളതെന്ന് ഡോക്ടർ പറഞ്ഞാലോ, അത് നമ്മൾ അറിഞ്ഞാലോ, നമ്മൾ ആ സമയം എന്തെങ്കിലും പഠനത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മളത് എന്തിനായിനി ഇതൊക്കെ പഠിക്കുന്നത് എന്ന് പറഞ്ഞ് വേണ്ടാന്ന് വെക്കും. നമ്മൾ ചിന്തിക്കും, ഇതൊക്കെ പഠിച്ചിട്ട് ഇനി എന്ത് പ്രയോജനം? നമ്മൾക്ക് അറിവ് കിട്ടും, ആ അറിവ് കൊണ്ട് നമുക്ക് എന്ത് പ്രയോജനം എന്ന് ചിന്തിക്കും നമ്മൾ. ഇനിയിപ്പം എന്താ, കുറച്ചു കാലമേ ജീവിക്കൂ എന്ന്, പിന്നെ എന്തിനാ അപ്പം അതൊക്കെ എന്ന് ചിന്തിക്കും. എന്നാൽ നമ്മുടെ സ്റ്റീഫൻ ഹോക്കിങ് നമ്മളിൽ നിന്നും വളരെ വിപരീതമാണ് ചിന്തിച്ചത്. അദ്ദേഹം ചിന്തിച്ചു, ശാസ്ത്രലോകത്തിന് തന്നെ കൊണ്ട് നൽകാനാവുന്ന എല്ലാം നൽകിക്കൊണ്ട് വേണം ഈ ലോകത്തോട് വിട പറയാൻ. എന്തൊക്കെ ഈ ലോകത്തിൽ ചെയ്യാൻ പറ്റും അതൊക്കെ നൽകിയിട്ട് വേണം ഇവിടെ നിന്ന് വിട പറയാൻ. എത്ര നല്ല ചിന്തയാണല്ലേ അദ്ദേഹത്തിന്. പക്ഷെ അങ്ങനെ ഒരാൾ ചിന്തിച്ചാൽ മാത്രം നടക്കുമോ? നടക്കില്ല. അതിനൊരു വലിയ സപ്പോർട്ട് വേണം. ഇവിടെയാണ് നമ്മളൊരു ജെയിൻ വൈൽഡ് എന്ന ഒരു സ്ത്രീയെക്കുറിച്ച് പറയേണ്ടി വരുന്നത്. ആ സ്ത്രീക്ക് സ്റ്റീഫൻ ഹോക്കിങ്ങിനോട് സഹതാപമായിരുന്നില്ല, അതിയായ ആരാധനയും പ്രണയവുമായിരുന്നു അദ്ദേഹത്തിനോട്. തൻ്റെ മുമ്പിൽ നിൽക്കുന്നത് ലോകം കണ്ട ഏറ്റവും പ്രഗത്ഭനായ വ്യക്തിയാണെന്ന് അവർക്ക് 100% ഉറപ്പുണ്ടായിരുന്നു. സ്നേഹത്തിൻ്റെ ഭാഷ ഉപയോഗിച്ച് സ്റ്റീഫൻ ഹോക്കിങ്ങിനെ ജീവിതത്തേക്ക് കൊണ്ടുവരേണ്ടത് തൻ്റെ നിയോഗമാണെന്ന് ജെയിൻ വൈൽഡ് മനസ്സിലാക്കി. അതിലവർ വിജയിക്കുകയും ചെയ്തു. 1965 സ്റ്റീഫൻ ഹോക്കിങ്ങും ജെയിൻ വൈൽഡും വിവാഹിതരാവുന്നത്. പക്ഷേ 30 വർഷങ്ങൾക്ക് ശേഷം 1995 അവർ ഡൈവേഴ്സ് ആവുകയും ചെയ്തു. പക്ഷേ ശേഷം നടത്തിയ ഇൻ്റർവ്യൂകൾ സ്റ്റീഫൻ ജെയിൻ വൈൽഡിനെ കുറിച്ച് പ്രത്യേകം പരാമർശിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ മുമ്പിൽ ഡോക്ടർ സ്റ്റീഫൻ ഹോക്കിങ് എന്ന ഈ വ്യക്തി ഇരിപ്പുണ്ടെങ്കിൽ അതിൻ്റെ കാരണക്കാരി ഈ ജെയിൻ വൈൽഡ് എന്ന ഈ സ്ത്രീ തന്നെയാണ്. അവരുടെ സ്നേഹപൂർണ്ണമായ പരിചരണങ്ങളാണ് വിവാഹത്തിന് ശേഷം അദ്ദേഹം പഠനവും ഗവേഷണവും മുന്നോട്ട് കൊണ്ടുപോയത്. അദ്ദേഹം മരണം വരെയും ഓരോ പഠനങ്ങൾ നടത്തുകയും പുസ്തകങ്ങൾ എഴുതുകയും ചെയ്തിരുന്നു. അദ്ദേഹത്തിൻ്റെ പഠന മേഖലയിൽ ഈ ഒരു വഴിത്തിരിവായി മാറിയത് ഒരു പ്രഭാഷണമായിരുന്നു. റോജർ പെൻറോസ് എന്ന പ്രശസ്ത തിയറിറ്റിക്കൽ ഫിസിസിസ്റ്റ് നടത്തിയ ഒരു പ്രഭാഷണമായിരുന്നു അത്. സ്റ്റീഫൻ ഹോക്കിങ് കമ്പ്യൂട്ടർവൽകൃത വീൽചെയറിൻ്റെ സഹായത്തോടെയാണ് പഠനങ്ങളൊക്കെ തന്നെ നടത്തിയത്. സംസാരശേഷി പൂർണ്ണമായി നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അപ്പോഴും അദ്ദേഹത്തിന് തൻ്റെ കണ്ണുകളെ ചലിപ്പിക്കാൻ സാധിക്കുമായിരുന്നു. കണ്ണുകളോട് ചലനം ഉപയോഗിച്ച് അദ്ദേഹം കമ്പ്യൂട്ടറൈസ്ഡ് ഓഡിയോ ക്ലിപ്പുകൾ ഉണ്ടാക്കി. അതുപയോഗിച്ചാണ് അദ്ദേഹം കമ്മ്യൂണിക്കേഷൻ സാധ്യമാക്കിയത്. അദ്ദേഹത്തിൻ്റെ ഇങ്ങനെയുള്ള ശ്രമഫലമായി അദ്ദേഹം പലതും കണ്ടുപിടിച്ചു. ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ തിയറികൾ, അദ്ദേഹത്തിൻ്റെ പല കണ്ടുപിടുത്തങ്ങളെല്ലാം അദ്ദേഹത്തെ സഹായിച്ചു. ലോകത്തിൻ്റെ പ്രശസ്തമായിട്ടുള്ള നിരവധി യൂണിവേഴ്സിറ്റികൾക്ക് സ്റ്റീഫൻ ഹോക്കിങ് തൻ്റെ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കാൻ കഴിഞ്ഞു. ലോകത്തിലെ എല്ലാ ആളുകളും അത്ഭുതത്തോടെയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ആസ്വദിച്ചത്. വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ശാസ്ത്രീയ കോൺസെപ്റ്റുകൾ അദ്ദേഹത്തിന് സാധാരണക്കാരൻ പോലും മനസ്സിലാക്കാൻ പറ്റുന്ന ഭാഷയിൽ അവതരിപ്പിക്കാൻ സാധിക്കുമായിരുന്നു. അതാണ് അതിനെ പ്രശസ്തനാക്കി മാറ്റിയത്. ആശയങ്ങളെ മനോഹരമായി അവതരിപ്പിക്കാൻ സാധിക്കുന്ന നിരവധി ഗവേഷകർ ഇവിടെയുണ്ട്. പക്ഷേ സ്റ്റീഫൻ ഹോക്കിങ് ആക്കി മാറ്റുന്നത് അദ്ദേഹം അവതരിപ്പിക്കുന്ന ആശയങ്ങളൊക്കെ കണ്ടെത്തിയത് അദ്ദേഹം തന്നെയാണ് എന്നതാണ്. സ്റ്റീഫൻ ഹോക്കിങ് കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ ഒരു പ്രൊഫസറായി ജോലി കിട്ടി. പ്രത്യേകമായി നിർമ്മിച്ച കാറിലായിരുന്നു അദ്ദേഹം കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലേക്ക് വന്നിരുന്നത്. ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ സാധിക്കുമായിരുന്നു. പക്ഷേ പൂർണ്ണമായും സംസാരശേഷി നഷ്ടമാവുന്നത് അവിടെ വന്നതിന് ശേഷമാണ്. ശ്വാസം പോലും എടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഉണ്ടായത്. ഒരു ശസ്ത്രക്രിയയിലൂടെ ഒരു പൈപ്പ് കഴുത്തിലൂടെ ചേർത്ത് പിടിപ്പിക്കുകയാണ് ഉണ്ടായത്. ആ പൈപ്പിലൂടെയാണ് പിന്നീട് ശ്വാസോച്ഛ്വാസം നടത്തിയത്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഫേമസ് ആയ ഒരു പുസ്തകമാണ് എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം. ഈ പുസ്തകം ലക്ഷക്കണക്കിന് ആളുകൾ വായിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സംസാരശേഷി പൂർണ്ണമായി നഷ്ടമായതിനു ശേഷമാണ് ഈ പുസ്തകം രചിച്ചത്. പ്രത്യേകമായി തയ്യാറാക്കിയ ഒരു കമ്പ്യൂട്ടറിൻ്റെ സഹായത്താലായിരുന്നു ഈ പുസ്തകം നിർമ്മാണം നടന്നത്. 1979 2009 ഇടയിലുള്ള കാലയളവിൽ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ ലുക്കോസിയൻ പ്രൊഫസർ ഓഫ് മാത്തമാറ്റിക്സ് എന്ന സ്ഥാനം അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി. ശാസ്ത്രമേഖലയിൽ തന്നെ ഏറ്റവും ഉയർന്ന പദവിയാണ് ലുക്കോസിയൻ പ്രൊഫസർ. രണ്ടാമതായി ലുക്കോസിയൻ പ്രൊഫസറായി മാറിയത് ഐസക് ന്യൂട്ടൻ ആയിരുന്നു. ആദ്യത്തെ ലുക്കോസിയൻ പ്രൊഫസർ ഐസക് ബാരോ ആയിരുന്നു. കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ തന്നെ ഏറ്റവും ഉയർന്ന സ്ഥാനമായ ലുക്കോസിയൻ പ്രൊഫസർഷിപ്പ് അലങ്കരിക്കാൻ സ്റ്റീഫൻ ഹോക്കിങ്ങിന് 30 വർഷമാണ് സാധ്യമായത്. ശാസ്ത്രമേഖലയിലുള്ള സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ സംഭാവനകൾ എന്തൊക്കെയാണെന്ന് ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു തീർക്കാൻ സാധിക്കില്ല എന്നതാണ് സത്യം.
കാരണം അത്രക്കും ബൃഹത്താണ് അദ്ദേഹത്തിൻ്റെ കണ്ടെത്തലുകൾ. അക്കൂട്ടത്തിൽ ഏറ്റവും പ്രശസ്തമായത് സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ ഹോക്കിംഗ് റേഡിയേഷനാണ്. പിന്നീട് അദ്ദേഹം പെൻറോസുമായി ചേർന്ന് പെൻറോസ് ഹോക്കിംഗ് തിയറംസ് മുന്നോട്ട് വെച്ചു. ഇതുപോലെ അവസാനിക്കാത്ത ഒരു വലിയ ലിസ്റ്റ് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ കണ്ടെത്തലുകൾ. അദ്ദേഹം കണ്ടെത്തിയ ഹോക്കിംഗ് റേഡിയേഷൻ വളരെ പ്രശസ്തമാണ്. വെളിയിലേക്ക് റേഡിയേഷൻ എത്തിച്ചേരുന്നു എന്ന് കണ്ടുപിടിച്ചത് പോലും സ്റ്റീഫൻ ഹോക്കിംഗ് ആണ്. ഇതിനെയാണ് ഹോക്കിംഗ് റേഡിയേഷൻ എന്ന് പറയുന്നത്. അന്യഗ്രഹജീവികളെ തിരഞ്ഞെടുത്തുള്ള പഠനം, ആ പ്രൊജക്റ്റിന് തുടക്കം കുറിച്ചതും സ്റ്റീഫൻ ഹോക്കിംഗ് തന്നെ. ശാസ്ത്രമേഖലയിൽ ഇത്രയും അധികം സംഭാവനകൾ നൽകിയ സ്റ്റീഫൻ വില്യം ഹോക്കിംഗ് 2018 മാർച്ച് മാസം 14 അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിന് 75 വയസ്സ് പ്രായമുണ്ടായിരുന്നു. വെറും 2 വർഷം മാത്രമേ ആയുസുള്ളൂ എന്ന് പറഞ്ഞ് ഡോക്ടർമാരെ നാണിപ്പിച്ചുകൊണ്ട് അദ്ദേഹം പിന്നീട് 50 വർഷക്കാലം കൂടി ജീവിച്ചു എന്ന് മാത്രമല്ല ലോകത്തെ അത്ഭുതപ്പെടുത്തുന്ന നിരവധി കണ്ടെത്തലുകൾക്ക് കാരണമാവുകയും ചെയ്തു. ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റീഫൻ ഹോക്കിങ്ങിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഇത് ഇത്തരത്തിൽ പറയാൻ കാരണം നിങ്ങളുടെ പാഠപുസ്തകത്തിൽ ഈ ഒരു ശാസ്ത്രജ്ഞനായ സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ പാഠഭാഗം കണ്ടതുകൊണ്ടാണ്. പ്രശസ്തനായ അദ്ദേഹത്തെ നിങ്ങൾ പഠിതാക്കൾക്ക് പരിചയപ്പെടുത്താമെന്ന് കരുതി. അടുത്ത വീഡിയോയിൽ ഈ പാഠഭാഗത്തിലെ ചോദ്യോത്തരങ്ങളും പാഠഭാഗങ്ങളും നമ്മൾക്ക് പഠിക്കാം. ഓക്കെ, ഇനി അടുത്ത വീഡിയോയുമായിട്ട് വരാം. ഇനി എൻ്റെ പ്രിയപ്പെട്ട പഠിതാക്കളോട് എനിക്ക് പറയാനുള്ളത്, ആദ്യമായിട്ടാണ് എൻ്റെ ക്ലാസ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത് എന്ന് പ്രത്യേകം ഓർമ്മിക്കുകയാണ്. ഓക്കെ, താങ്ക് യു.